Flashback. തകർന്നു വീണ ഭായിയുടെ സാമ്രാജ്യത്തിന്റെ ഓർമ്മയ്ക്കായി. ജോബി, ഗാലറി നമുക്ക് എതിരാണല്ലോടാവേ. അതെ, ലണ്ടനിൽ പോയി ആരിഫ് തേഞ്ഞെന്നാണ് 2 ദിവസമായിട്ടുള്ള വാർത്ത. അങ്ങനെ കഥകൾ എന്താ ആർക്കാ പാടി നടക്കാൻ വയ്യാത്തേ? കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഗുണമുള്ളൂ. കൊച്ചു താഴെ വീണത് മാത്രമല്ലേ കണ്ടുള്ളൂ, അത് കഴിഞ്ഞിട്ടുള്ള കണ്ടില്ലല്ലോ. He's doing shirk or raping your mother is the biggest sin in Islam. Waiting for the reference. He's doing Hello, shirk, until you committing give me the shirk, reference, I'm not or talking. raping your mother is You're the biggest wasting sin my in time Islam. now. Answer me. അത് പിന്നെ Is the biggest sin in Islam? Which is the biggest sin in Islam? That's why I'm asking. I'm not playing that game. Which is the biggest sin in Islam? Which is the biggest sin in Islam? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. We will be sitting here until midnight if you want. Raping your Give me the mother reference. and If doing this is shirk, your best, which is the if biggest this sin is in the best Islam? ഭാരിച്ച ചോദ്യം ചോദിച്ച് എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട, പറയുന്നങ്ങോട്ട് കേട്ടാ മതി. point. That was the second Look, question you made. he's not able to answer this simple question, which is the Shahada. He's not able to defend that. Poor Muslim. എന്തത് വായിൽ നാവണ്ടോന്ന് നോക്കിയതാ. ഇത്രയൊക്കെ കേട്ടിട്ട് ഒരു അക്ഷരം മിണ്ടണമല്ല. Tell me the answer. Do you have the guts to answer? Do you have the guts to answer? He's escaping. See, he's escaping. എല്ലാരും വിളിച്ചു. ലോകാവസ്ഥ പറഞ്ഞ ഇപ്പുറത്തെ ആരിഫാണ്, ഇപ്പുറത്തെ ഖുറാനാണെങ്കിൽ ഇപ്പുറത്ത് ഞാനാണെങ്കിലും എന്ത് സംഭവിച്ചാലും ഏറെപ്പോ ഖുറാനായിരിക്കും. ഇന്ന് ഈ വിഷയം ചർച്ചയ്ക്കെടുക്കാൻ തന്നെ കാരണം ശരിക്കു പറഞ്ഞാൽ ആരിഫ് തന്നെയല്ലേ? ഞാൻ എല്ലാരോടും ഇങ്ങനെയാടാ ബെൻസേ, ഇത് ജോർജ് നിനക്ക് വെച്ച കെണിയാടാ. Lost with such lame questions. Okay, if you have some answer for this question, raping mother or committing shirk, which is the biggest sin in Islam? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. Raping mother or committing sin, which is the biggest sin in Islam? 10. You claim to be a 9. I question you first, right? 7. I question you. 6. 5. ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. ഇതാരെങ്കിലും പറഞ്ഞറിഞ്ഞ് ഇപ്പൊ വരും പുന്നാര മരുമോൻ. എന്നാടാ ഹലോ, നമ്മുടെ കോയക്കോളിങ് നടത്തുന്ന ആരിഫിക്കല്ലേ? ഇവനേതായി കാട്ടു ബ്രാൻഡ്? ഹാർബിക്ക അപ്പനെ നമ്മുടെ ഖുർആനിൽ സ്വന്തം മകളെ കെട്ടാന്ന് പറയുന്ന ആയത്ത് ഏത് ഭാഗത്താണ്? ആരും ഒന്നിനെ കുറിച്ചിട്ടും ഒരു നുണയും പറഞ്ഞിട്ടില്ല. ഇതിവിടെ യാഥാർത്ഥ്യമാണ്. ഇസ്ലാമിൽ ഉണ്ട് എന്നത് നേരാണ്. ഒരു പുരുഷൻ ഒരു സ്ത്രീയുമായി വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു. ആ വ്യഭിചാരത്തിൽ ഈ പെണ്ണ് ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു. അപ്പൊ ഈ കുട്ടി ഇവന്റെ ബീജത്തിൽ നിന്ന് ജനിച്ചതാണ് ഉറപ്പാണ്. എന്നാലും ആ കുട്ടി ഇവനെ സംബന്ധിച്ച് മഹറമല്ല, അന്യ പെൺകുട്ടിയാണ്. കാട്ടാളന്മാരുടെ ഇടയിൽ പോലും ഇങ്ങനെ ഒരു വിചിത്ര നിയമം കാണുകയില്ല. നിങ്ങളുടെ നിയമം ചുട്ട് ചാമ്പലാക്ക, ന്യായശാസ്ത്രങ്ങൾ കടലിലേക്ക് എടുത്തെറിയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വ്യഭിചാരത്തിന് ഇസ്ലാം ഒരു ഹുർമത്തും കൊടുക്കുന്നില്ല. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. നമ്മൾ 21ാം നൂറ്റാണ്ടായി, നമ്മള് റോക്കറ്റ് ഒക്കെ വിട്ടു കഴിഞ്ഞു, ചൊവ്വയിലേക്ക് മനുഷ്യര് പോകാൻ പോണു, ക്വാണ്ടം ഫിസിക്സിനെ പറ്റി നമ്മൾ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അത് ശരിയാ. ഈ സമയത്ത് അച്ഛന് അവിഹിതത്തിലുണ്ടായ മകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമോ എന്നൊക്കെയാണ് നമ്മുടെ ചർച്ച. എതുക്കിടാ ഇങ്ങ വന്ന ஏன்டா என்ன டென்ஷன் பண்ற? எங்க பார்த்தாலும் நீ எல்லாம் உன்னால தான்டா. இது என்ன பிரமாதம்? இது விட பெசலைட் ஒன்னு இருக்கு. He's telling you on my channel. He's come and have a debate. How about that? Okay? On the wise. This Thursday. ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. So I'm sorry. Assalamu alaikum. Wa alaikum. Wa alaikum. Yes. ഞാൻ പറഞ്ഞില്ലേ ഇവൻ കള്ള റാസ്കലാണ്. Hashim. And I'll bring Adnan with me on the panel. No problem. By the way, I don't shake hands with I don't know whether you watch it or not. അവറ്റകളോട് മാറിപ്പോൻ പറയാ. And we will have a debate about all these things. Yes, Hashim. From this Thursday. You're also welcome. You're also welcome. See, they won't. I don't shake hands with Dennis. ഇവിടെ മുഴുവൻ തീവ്രവാദികളുടെ കുഞ്ഞുങ്ങളാണെന്നാ തോന്നുന്നത്. ധൈര്യസമേതം ഇന്ന് കേരളം മാത്രമല്ല
UK മാത്രമല്ല വിവിധ സ്ഥലങ്ങൾ. കാരണം ഇവനൊരു പാകിസ്ഥാനിയാണ്. ആരിഫിനോട് ചോദ്യം ചോദിച്ചാള്. ശിവനേ, നീ മരിച്ചില്ലേ? ഇല്ലെന്നേ. ഹാപ്പി ബർത്ത്ഡേ. ഇത് നിന്റെ പുനർജന്മമാണ്. വേറൊരു കാര്യം കൂടി ഉണ്ട്. പബ്ലിക്കിൽ സേഫ്റ്റി. ആരിഫ് ഹുസൈൻ ഓൾറെഡി വധഭീഷണി പോലുള്ള കാര്യങ്ങളുള്ള ഒരാളാണ്. സോ പുള്ളിക്ക് ആ സമയത്ത് പുള്ളിക്ക് മേ ബി ആ ഒരു സാധനം ഹിറ്റ് ചെയ്തിട്ടുണ്ടാവും, ആ ഒരു സെൻസ് ഹിറ്റ് ചെയ്തിട്ടുണ്ടാവും. കാരണം അത് വലിയൊരു പോയിന്റ് അല്ലടോ. ഇടം നീ നനച്ചാൻ എന്നെ വേണാലും பண்ணலாம். எனக்கு பயம் இல்ல. அதுக்கு தான் സാമ്പിൾ. ഈ തലയെക്കെട്ട് പന്നികൾ വിഷയം എന്താ പറയുക? അവനവന്റെ വിസർജ്യം അവനവന് തിന്നാമോ? ഇതാണ് ഈ പന്നികളുടെ ചർച്ച. അപ്പൊ ഒന്നാമത്തെ ഈ തലയെക്കെട്ട് പന്നി അവൻ പറഞ്ഞു, നമ്മുടെ കിതാബിൽ പറഞ്ഞ പ്രകാരമാണെങ്കിൽ അവനവൻ തന്നെ തൂറിയതാണെങ്കിൽ തിന്നാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പൊ അടുത്ത തലയെക്കെട്ട് പന്നി രണ്ടായാലും കുഴപ്പമില്ല, പക്ഷെ 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് അത് പഴകി പോകുന്നതിന് മുൻപേ തിന്നണം എന്നാണ് ശരി. ആണം കെട്ടവന്റെ ആസനത്തിൽ ആര് മുളച്ച? അപ്പൊ നാലാമത്തെ തലയെക്കെട്ട് പന്നി അവൻ പറയാണ്, അങ്ങനെയൊന്നുമില്ല, അവനവന്റേതാണെന്ന് അറിയാതെ അവനവന്റേത് തിന്നാൽ എന്താ കുഴപ്പം? അടുത്ത പന്നി തലയെക്കെട്ട് പന്നി, നിങ്ങൾ പറഞ്ഞൊന്നുമല്ല ശരി, അങ്ങനെയൊന്നുമല്ല, അവനവന്റേതാണെന്ന് തെറ്റിദ്ധരിച്ച് ആരാന്റേത് തിന്നാൽ അതിനെന്താ കുഴപ്പം? ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഇതുപോലൊരു മാറിയ മതവിഭാഗത്തെ കേരള മക്കൾ കണ്ടിട്ടില്ല. ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ ചാടിത്തുള്ളി വെട്ടാൻ നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇസ്ലാം ചർച്ചയാവൂലേ? അപ്പൊ ഇസ്ലാമിന്റെ കൂടെ തന്നെ ഈ ഇസ്ലാം ഖുറാനിലുള്ള ചർച്ചയാവുമല്ലോ. ഇതിനൊരു പ്രശ്നം എന്താ വെച്ചാല് സത്യത്തിൽ ഈ വിശ്വാസികൾക്ക് ഖുറാൻ അറിയില്ല. ഇസ്ലാം അല്ലാത്തൊരു പെണ്ണ് നിങ്ങൾ കല്യാണം കഴിക്കുക, ഇസ്ലാമികമല്ല കല്യാണം, അത് വ്യഭിചാര. വിവാഹത്തിലുണ്ടായ കുട്ടീനെ ബയോളജിക്കൽ കുട്ടിയായിട്ട് ഇസ്ലാം കണക്കാക്കൂല. അപ്പൊ അത് ഹറാമല്ല നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ. ഇത്രയാണ് സാധനം. ഇതേതാണ്ട് എലിക്കണിയിൽ സുന വെട്ടതുപോലെ സുനോട്ട് എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. ഇന്നത്തെ ഈ കാലത്ത് ഇതങ്ങോട്ട് ചർച്ച ചെയ്യാന്ന് വെച്ചാൽ, അതും ഇംഗ്ലണ്ടിൽ ഏതൊരു സ്ക്വയറിലൊക്കെ നിന്നോണ്ടാണ് ആൾക്കാർ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്ന പറയുമ്പോ ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. ഈ മുസ്ലിം ഓൾ ഓവർ ദി വേൾഡ് ഇസ്ലാം എന്താണ് ഉദ്ദേശിക്കുന്നത് ചെയ്തോണ്ടിരിക്കുന്നത്? അതേ ആൾക്കാരെ വെച്ച് ഇനിയും ഒരു ഡിബേറ്റ് അല്ലെങ്കിൽ ഒരു ചർച്ച ചെയ്യാൻ പറഞ്ഞിട്ടിരിക്കുക. സോ അങ്ങനെ ഒരാൾ പറയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അതിനകത്ത് ഉണ്ടാവണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയാണ് കളി, ഇനിയാണ് ബാപ്പു കളി വരാൻ പോകുന്നത്. പക്ഷെ കൂടുതലുള്ള ആൾക്കാരുടെ അഗ്രഷനൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇയാൾ പറഞ്ഞ തെറ്റാണെന്ന് തന്നെ ഇരിക്കട്ടെ, പക്ഷെ എന്നാലും പുള്ളിയുടെ സേഫ്റ്റി പ്രയോറിറ്റി തന്നെയാണ്. വ്യത്യാസങ്ങൾ വരുത്തുന്നില്ല എന്നുള്ളതാണ്. നമ്മള് സിവിലൈസേഷൻ പുരോഗമിക്കുമ്പോ വികസ്വരമാകണം. എന്താണെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ പോലും അപ്ഡേഷൻ വരുന്നുണ്ട്. ഇല്ല, ഈ ബുക്കിന് മാത്രം ഒരു അപ്ഡേഷൻ നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ വെച്ചേ ഈ ഏർപ്പാടൊക്കെ നിർത്തുന്നതാ നിന്റെ ആരോഗ്യത്തിന് നല്ലത്. അല്ലെങ്കിൽ ഇതുകൊണ്ട് തട്ടുന്നവരെ നിന്നെയും തട്ടും. അതിലിതോ ഇത് മാത്രല്ല, ഇതിപ്പോ ഒരു അച്ഛൻ കുട്ടീന്റെ പ്രശ്നമല്ലേ, ബാക്കി എന്തൊക്കെ മണ്ടത്തരുണ്ട്. ഇപ്പൊ ഖുറാൻ ഇത് ആരിഫ് എത്ര ഏറെ പോയാലും ഖുറാൻ എന്നും ഏറലായിരിക്കും. പുള്ളിക്ക് തെളിയിക്കാൻ പറ്റിയിട്ടില്ല അതിലുണ്ട് എന്നുള്ളത്. ഖുറാനിലില്ല എന്നുള്ളത് എന്ന് വെച്ചിട്ട് ഇസ്ലാമിലില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഖുറാനും അതിന്റെ ടീച്ചിങ്സും ഹദീസും എല്ലാം ചേർത്ത്. ഈ കസേരയിലോട്ട് ഇരിക്കുന്നേ ഞാൻ ഒന്ന് കാണട്ടെ. ഇതിലൊരു പ്രശ്നം എന്താ അറിയോ, ഈ ഇസ്ലാം ഒരു ബാധ്യത കൊടുത്തിട്ടുണ്ട് മുസ്ലിങ്ങൾക്ക് എല്ലാം വെളുപ്പിക്കാന്നുള്ള. ആ പറഞ്ഞത് അതിന്റെ ശരി. ജയ് ശ്രീറാം വിളിച്ചോണ്ട് ആരും ചാടില്ല. പക്ഷെ ഒരു ഖുറാൻ കത്തിക്കാനായിട്ട് ആളില്ല ഇവിടെ. കുറെ പേര് ഇന്ത്യ കത്തിച്ചിട്ടില്ലാന്ന് എനിക്ക് തോന്നുന്നു. അംബേദ്കർ പോലും പേടിച്ചു കത്തിക്കുക, ബാക്കിയെല്ലാം കത്തിച്ചു. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ ആരിഫ് മാപ്പ് പറയുന്നുണ്ടോ ഇല്ലേ എന്നറിയാനാണ് നമ്മുടെ ഷാഹുൽ ഈസ്റ്റർ കാക്ക കാത്തിരുന്നത്. തന്റെ നഷ്ടത്തിന്റെ കനമൊക്കെ എനിക്ക് മനസ്സിലാവും. എന്നാലും എന്റെ നഷ്ടത്തിന്റെ കണക്കൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്നു മുതല് നീ നിന്റെ നഷ്ടത്തിന്റെ കണക്കെടുക്കാൻ തുടങ്ങും. വ്യക്തമായില്ല. അത് വഴിയേ അറിഞ്ഞോളൂ. നിങ്ങൾ പറഞ്ഞ പോലെ അയാൾ ഒരു ഗ്യാങ്സ്റ്റർ അല്ല സർ. ഒറ്റയ്ക്ക് വന്ന് പൊരുതി വെട്ടിപ്പിടിച്ച നിങ്ങൾക്കൊരു ഉപദേശം തരാം. ഒരു കാലത്തും നിങ്ങൾ അയാളെ എതിർത്ത് നിൽക്കാൻ പോകരുത് സാർ.